സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഈശോ നമുക്ക് പലവിധ അടയാളങ്ങൾ നൽകുകയാണ്. ഇപ്പോൾ 2-3 ദിവസത്തെ സുവിശേഷവും ഇതുതന്നെയാണ്. അടയാളങ്ങൾ. എന്തിനാണ് നമുക്ക് അടയാളങ്ങൾ നൽകുന്നത്? നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കുള്ള അടയാളമാണ് നൽകുക. അത്തിവൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നില്ലേ? വേനൽക്കാലം വരുന്നത് നേരത്തെ നിനക്ക് മനസ്സിലാവും. എന്നാൽ മരണത്തിനപ്പുറം നിനക്കൊരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കിയാണോ നീ ജീവിക്കുന്നത്? എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. വീണ്ടും വീണ്ടും കർത്താവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. ആ ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് വേണം മക്കളെ ജീവിക്കാൻ. മരണത്തിന് ശേഷം അവിടെ പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കരുത്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തുടരുകയാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ എവിടെയായിരിക്കുന്നുവോ അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ അടുത്ത സമയവും. അതുകൊണ്ട് എത്രയും വേഗം സ്വർഗരാജ്യ പ്രവേശനത്തിന് ഒരുങ്ങിക്കൊള്ളുക, സദാ ജാഗരൂകരായിരിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കൃപയുടെ ജീവിതം നയിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.